തന്നെ ഇവിടെ അടുത്തൊരു കിണറുണ്ട്. ഒരു 3.5 അടി താഴ്ചയും 3.5 അടി വീതിയുമേ ഉള്ളൂ. 3.5 അടി താഴ്ച എന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിൻ്റെ വീതിയും ഇത്രയേ ഉള്ളൂ. 150ഓളം കുടുംബങ്ങൾ വെള്ളമെടുക്കുന്നത് ആ കിണറ്റിൽ നിന്നുമാണ് കാലങ്ങളായിട്ട്. കള്ള് കുടിച്ചിട്ടോ അല്ലെങ്കിൽ കുളിക്കാതെയോ ഒന്നും ആ കിണറയിൽ അവർ തൊടാൻ സമ്മതിക്കത്തില്ല. അപ്പം സർവ്വദേവതാവാസമുള്ളതാണ് ജലം എന്നുള്ളത് കൊണ്ട് തന്നെ ജലത്തെ അത്രയും പുണ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കുടിച്ചു നോക്കണം. മിനറൽ വാട്ടറൊക്കെ തോറ്റുമോ? മിനറൽ വാട്ടറൊക്കെ എന്താണ്? ജീവനില്ലാത്തൊരു സാധനമാണ് നമുക്ക് കുപ്പി കിട്ടുന്ന സാധനം എന്ന് പറയുന്നത്. എന്ത് ജീവനാണെന്നറിയോ? വെള്ളം പളുങ്ക് പോലെ ഇരിക്കും. ജീവനുള്ള വെള്ളം എന്നൊക്കെ നമ്മൾ പറയില്ല. ഇതൊക്കെ കുടിച്ചും പ്രകൃതിയോട് ഇങ്ങനെ ഇണങ്ങി ജീവിക്കുമ്പം അതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനോ അങ്ങനെ വലിയ വലിയ രോഗങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ പുത്തൻ ജനറേഷൻ കുറേ ആൾക്കാർ മദ്യത്തിനൊക്കെ അഡിക്റ്റാണ്. മദ്യം ജോലി പുറത്ത് പോയി ജോലി ചെയ്തിട്ട് കാശിന് കള്ളു കുടിക്കുന്ന ഒരു ഏർപ്പാട് കുറച്ച് ആൾക്കാരുടെ ഇടയിലുണ്ട്. അത് ഒഴിച്ചാൽ എന്തോ നല്ല മനുഷ്യരാണെന്നറിയോ? വളരെ സ്വാത്വികരായ മനുഷ്യർ. നമ്മൾ എവിടെ പോയാലും കാട്ടിലൊക്കെ പോകണമെങ്കിൽ നമ്മുടെ കൂടെ വരും. ആന ഉണ്ടായാലും പുലി ഉണ്ടായാലും എന്തുണ്ടായാലും നമുക്ക് നോക്കാം.